മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയെ അറസ്റ്റ് ചെയ്ത ശേഷം ഇന്ന് വെളുപ്പിന് ജാമ്യം ലഭിക്കുകയുണ്ടായി. തികച്ചും നാടകീയമായ രംഗങ്ങളാണ് ഉണ്ടായത്. അദ്ദേഹം മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയാണ് കൊണ്ടുപോയതെന്നാണ് ഷാജൻ സ്കറിയ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഷാജൻ സ്കറിയ ഇത്തരത്തിൽ പോലീസ് ജീപ്പിൽ കയറുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം നമ്മൾ ഇത് ലൈവായി കേട്ടു. ഏതായാലും കുടപ്പനക്കുന്നിലെ വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് പോലീസ് പിറകെ എത്തി ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തത്. ഏതായാലും മറുനാടൻ മലയാളിക്കെതിരെ കേരള പോലീസ് ഇത്തരത്തിൽ കേസുകൾ പലതവണ എടുത്തിട്ടുണ്ട്. ഷാജൻ സ്കറിയ പലതവണ അറസ്റ്റിലായിട്ടുണ്ട്. ഏതായാലും ഇന്നലെ കേരളം കണ്ടത് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ്. ഷർട്ടിടാതെ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയ ജീപ്പിനുള്ളിൽ കയറുന്നതിന് മുമ്പ് പിണറായി വിജയനും മകൾക്കുമെതിരെയൊക്കെ ഇനിയും പോരാടുമെന്ന ശക്തമായ ഭാഷയിൽ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം പോലീസ് ജീപ്പിനകത്ത് കയറിയത്. അതിനുശേഷം അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. പിണറായി സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വാർത്ത നൽകുന്നതിൻ്റെ വൈരാഗ്യമാണ് അറസ്റ്റെന്നും ഷാജൻ സ്കറിയ പ്രതികരിച്ചു. സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വാർത്ത നൽകുന്നതിൻ്റെ പ്രതികാര നടപടിയാണ് ഇതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഷാജൻ ജാമ്യം ലഭിച്ച ശേഷം ആണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഏതാണ് കേസെന്ന് പോലും പറയാതെയായിരുന്നു തന്നെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോഴത്തെ DGPയുടെ ഇടപെടലും ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. മാതാപിതാക്കൾക്കൊപ്പം എരുമേലിയിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു പോലീസ് സംഘം ഷാജന് പിന്നാലെ കൂടിയത്. കുടപ്പനക്കുന്നിലെ വീട്ടിലെത്തിയതിന് പിന്നാലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഷാജൻ സ്കറിയെ കസ്റ്റഡിയിലെടുത്തു. ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയാണ് കസ്റ്റഡി. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കുകയായിരുന്നു. കൃത്യമായ തിരക്കഥയോടുകൂടിയായിരുന്നു പോലീസിൻ്റെ നീക്കങ്ങളെന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. എന്നാൽ അഡ്വക്കേറ്റ് ശ്യാം ശേഖർ അറസ്റ്റ് നടപടിയിലെ നടപടിക്രമങ്ങൾ പാലിക്കാത്തത് ചൂണ്ടിക്കാട്ടി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്നും കോടതി മുമ്പാകെ വാദിച്ചു. ഇതോടെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജ് ശ്വേത ശശികുമാറാണ് ഷാജൻ സ്കറിയയ്ക്ക് ജാമ്യം അനുവദിച്ചത്. 2024 ഡിസംബർ 23 മറുനാടൻ മലയാളിയുടെ ഓൺലൈൻ ചാനലിൽ പ്രസിദ്ധീകരിച്ച വീഡിയോ അടിസ്ഥാനമാക്കിയാണ് മറുനാടന് എതിരെ ഇത്തരത്തിൽ നടപടി തുടങ്ങിയത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിലാണ് പോലീസ് നടപടി എടുത്തിരിക്കുന്നത്. ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടലും ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ വാർത്തകളിലേക്ക് ചാനലുകൾ കടക്കുമ്പോൾ അവസരം മുതലാക്കി ഷാജനെ അഴിക്കുള്ളിലാക്കുക എന്നതായിരുന്നു പോലീസിൻ്റെ തന്ത്രം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് ഷാജൻ സ്കറിയ അടക്കം പ്രതികരിച്ച്. രാത്രി 8:30 ഷാജൻ സ്കറിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ 79-ാം വകുപ്പ്, അതോടൊപ്പം തന്നെ IT നിയമത്തിലെ 120-ാം വകുപ്പ്, കേരള പോലീസ് ചട്ടങ്ങളും ചുമത്തിയാണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഏതായാലും വിവാദ വ്യവസായി കെൻസ ഷിഹാബിൻ്റെ തട്ടിപ്പിനെ കുറിച്ചായിരുന്നു മറുനാടൻ്റെ വാർത്തകൾ. കോടികൾ കബളിപ്പിച്ച ഷിഹാബിനെതിരെ കേരള പോലീസിൻ്റെ ലുക്കൌട്ട് നോട്ടീസും നിലനിൽക്കുന്നുണ്ട്. വിവാദ വ്യവസായിയുടെ വിശ്വസ്തയായ യുവതി നൽകിയ പരാതിയിൽ FIR ഇട്ട ശേഷം മറുനാടനെ വേട്ടയാടാനുള്ള അവസരമാക്കി മാറ്റിയ സർക്കാരിനും പോലീസിനും കനത്ത തിരിച്ചടിയാണ് ഈ ജാമ്യത്തിലൂടെ ലഭിച്ചിരിക്കുന്നതെന്നാണ് ഷാജൻ സ്കറിയ വ്യക്തമാക്കുന്നത്. കെൻസ ഇൻ്റർനാഷണൽ എന്ന സ്ഥാപനത്തിൻ്റെ മറവിൽ നൂറുകണക്കിന് മലയാളികളെയും മറ്റ് ഇന്ത്യക്കാരെയും കബളിപ്പിച്ച് കോടികൾ സ്വന്തമാക്കിയ അർമാനി ക്ലിനിക് ചെയർമാൻ ഷിഹാബ് ഷായ്ക്കെതിരെ മറുനാടൻ വാർത്തകൾ നൽകിയിരുന്നു. ഈ കേസിൽ ഷിഹാബ് ഷാ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വാർത്തയിൽ ഷിഹാബിൻ്റെ അടുത്ത അനുയായി നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഷാജനെ അറസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് മറുനാടനെ പൂട്ടുമെന്ന് വാശി പിടിച്ചിറങ്ങിയവർ ഷാജൻ സ്കറിയയ്ക്കെതിരെ വീണ്ടും വേട്ടയ്ക്കിറങ്ങുന്നുവെന്നാണ് ഷാജൻ സ്കറിയ ഇതിനെ പറഞ്ഞത്. എന്നാൽ അഴിക്കുള്ളിൽ അടയ്ക്കാനുള്ള നീക്കം ഇക്കുറിയും നീതിപീഠത്തിനുള്ളിൽ പൊളിഞ്ഞുവെന്നും ഷാജൻ സ്കറിയ വ്യക്തമാക്കുന്നു. ഏതായാലും ഷാജൻ സ്കറിയയോടുള്ള ഇത്തരത്തിൽ പോലീസിൻ്റെ നടപടികൾ തുടങ്ങിയിട്ട് കുറേയായി. അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളാണ് പല സ്ഥലങ്ങളിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ഈ മുഖ്യമന്ത്രിക്കെതിരെ വാർത്തകൾ നൽകുന്നതിൻ്റെ പേരിൽ പലപ്പോഴും കള്ളക്കേസിൽ കൊടുക്കുകയാണെന്നാണ് ഷാജൻ സ്കറിയ പലപ്പോഴും മാധ്യമങ്ങളോടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. അതേസമയം ഒരിക്കൽ മുഖ്യമന്ത്രിയും ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ ഷാജൻ സ്കറിയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. തനിക്കെതിരെ എപ്പോഴും വാർത്തകൾ ചമയ്ക്കുന്ന ഒരാളുണ്ടല്ലോ എന്ന രീതിയിൽ ഒരു അല്പം തമാശ കലർന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി അന്ന് ഷാജൻ സ്കറിയെക്കുറിച്ച് പറഞ്ഞത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് വീണ്ടും അതുമായി ബന്ധപ്പെട്ട ഉന്നത വൃത്തങ്ങൾ അല്ലെങ്കിൽ നിയമ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ DGPക്ക് ഇതിൽ പങ്കുണ്ടോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും ഷാജൻ സ്കറിയ പറയുന്നത് തന്നെ
നിരന്തരം വേട്ടയാടുകയാണ്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള കേസുകൾ സംബന്ധിച്ചുള്ള വാർത്തകൾ സ്ഥിരം കൊടുക്കുന്നതിൻ്റെ വൈരാഗ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നും അത് ഷർട്ട് പോലും ഇടാതെ ഒരു മാനുഷിക പരിഗണന പോലും നൽകാതെ പ്രായമായ മാതാപിതാക്കൾക്കൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന തന്നെ ഒരു ഷർട്ട് പോലും ഇടിയിക്കാതെ നിർബന്ധപൂർവ്വം അറസ്റ്റ് ചെയ്യിച്ച് കൊണ്ടുവരികയായിരുന്നു എന്നാണ് ഷാജൻ സ്കറിയ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം ഈ മാധ്യമങ്ങൾ പ്രതികരിക്കാൻ അദ്ദേഹത്തിൻ്റെ ജീപ്പിൽ കയറുന്നതിന് മുമ്പായി ചെന്നപ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അദ്ദേഹം പ്രതികരിച്ചത്. അതായത് ജനാധിപത്യം നിലനിൽക്കട്ടെ, ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഞാൻ ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യും, മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും ഒക്കെ നിരന്തരം ഞാൻ ശബ്ദമുയർത്തുക തന്നെ ചെയ്യും എന്ന് വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു. ഷർട്ട് ഇടാതെയായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത്. അതിനുശേഷം പിന്നീട് ജാമ്യത്തിൽ വിട്ട ശേഷമാണ് അദ്ദേഹത്തിന് ഒരു ഷർട്ട് നൽകിയത്. ഏതായാലും കേരളത്തെ പിടിച്ച് കുലുക്കിയ പല വാർത്തകളും പുറത്തു കൊണ്ടുവന്നത് മറുനാടൻ മലയാളിയായിരുന്നു. അത്തരത്തിൽ ഈ വാർത്തകളിലൊക്കെയും ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള പല സംഭവങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ അത്തരത്തിൽ വാർത്തകൾ ചെയ്യുന്നവരെ ഇത്തരത്തിൽ കുടുക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. പലപ്പോഴും എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഒരു നിലപാടാണ് CPIMൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനി അങ്ങോട്ട് ഷാജൻ സ്കറിയക്കെതിരെ അടുത്ത എന്തൊക്കെ നടപടികളാകും, അല്ലെങ്കിൽ ഷാജൻ സ്കറിയെ പോലെ മറ്റ് മാധ്യമങ്ങളും ഇപ്പോൾ നമ്മൾ ABC മലയാളം തന്നെ കൃത്യമായ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നൽകുന്നുണ്ട്, മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള വാർത്തകൾ നൽകുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ എതിർ ശബ്ദങ്ങൾ ഉയർത്തുന്ന മാധ്യമങ്ങളെയെല്ലാം അടച്ചിടാമെന്നുള്ള ഒരു ധാരണയാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ഇക്കാര്യത്തിൽ KUWJ അടക്കം എന്ത് നടപടികൾ സ്വീകരിക്കും? ഇപ്പോൾ ഒരു മുൻനിര ചാനലിലുള്ള ഒരാളെയാണ് ഇത്തരത്തിൽ ചെയ്യുന്നതെങ്കിൽ KUWJ എടുക്കുന്ന നിലപാടുകൾ ഈ ഷാജൻ സ്കറിയയുടെ കാര്യത്തിൽ എടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്തായാലും ഇത്തരത്തിൽ വാർത്തകൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ചെയ്യുക തന്നെ ചെയ്യും. കാരണം സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ, അതിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വരുമ്പോൾ, അതിപ്പോൾ CPMൻ്റെ മുഖ്യമന്ത്രിയല്ല കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിലും അത്തരം വാർത്തകൾ ചെയ്യാതിരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തൊക്കെ ഇത്തരത്തിൽ സോളാറുമായി ബന്ധപ്പെട്ട അഴിമതിയൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായി അന്ന് മാധ്യമങ്ങളെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ വാർത്തകൾ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ മകൾക്കെതിരെ എന്തെങ്കിലും വാർത്തകൾ വന്നാൽ അത് കൊടുക്കരുത്, അതിനെയെല്ലാം അടിച്ചമർത്തുന്ന ഒരു സമീപനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതുമാത്രമല്ല, വാർത്തകൾ ചെയ്യുന്നവരെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് പോകുന്നു. ഈ അറസ്റ്റിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ KUWJ അടക്കമുള്ളവർ തയ്യാറാകുമോ എന്നുള്ള കാര്യവും കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഓരോ മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ഈ ചാനലുകൾക്കും ഓരോ നിലപാട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തരുത്. ആർക്കായാലും നീതി എല്ലാവർക്കും തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള പലപ്പോഴും ശ്രദ്ധിച്ച് വരുന്നത്, ഇത്തരത്തിൽ മാധ്യമങ്ങൾ ഏത് തരത്തിലായിരിക്കും ഇതിനെ കാണുന്നത്, അതായത് മാധ്യമപ്രവർത്തകർ അതിൻ്റെ സംഘടന ഏത് തരത്തിലായിരിക്കും ഇതിനെ കാണേണ്ടത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഷാജൻ സ്കറിയയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇനി ഷാജൻ സ്കറിയ കൂടുതൽ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വീണ്ടും അദ്ദേഹത്തെ കേസുകളിലൂടെ കുടുക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടത്തും എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.